ഈ കൊട്ടിയൂർ ഉത്സവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വിശദമായിട്ടുള്ള വാർത്തകളൊക്കെ നൽകിയിരുന്നു. മകം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത കൊട്ടിയൂരിൽ ഈ കൊട്ടിയൂർ പെരുമാളിനെ കാണാനും പ്രാർത്ഥിക്കാനും ഭാഗ്യം ലഭിച്ച നങ്ങ്യാരമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊട്ടിയൂരിൽ കൂത്ത് അവതരിപ്പിക്കാൻ എത്തുന്ന നങ്ങ്യാരമ്മയ്ക്ക് മാത്രം കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ പ്രവേശിക്കാനും ഈ മകം കഴിഞ്ഞതിന് ശേഷവും അവിടെ തുടരാനുള്ള ഭാഗ്യവുമുണ്ട്. നമുക്ക് നോക്കാം. നമസ്കാരം. കൊട്ടിയൂർ മഹോത്സവത്തിന് മകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. എന്നാൽ ആ സമയത്തും ഭഗവാനെ കാണാനും ഇവിടെ ഇരിക്കാനും ഭാഗ്യമുള്ള ഒരാളാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. നങ്ങ്യാരമ്മ എന്നാണ് വിളിക്കാറ്. അമ്മേ നമസ്കാരം. എന്താണ് അമ്മയുടെ പേര്? എന്റെ പേര് രമാദേവി. രമാദേവി. എവിടെയാണ് സ്ഥലം? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. എത്ര വർഷമായി നങ്ങ്യാരമ്മയായിട്ട്? ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. 5 കൊല്ലം. എന്താണ്, ആരാണ് ഈ നങ്ങ്യാരമ്മ? നങ്ങ്യാരമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്പ്യാരുടെ സ്ത്രീകൾക്ക് നങ്ങ്യാരമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ആചാരം? ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കൂത്തിന് അരങ്ങത്തിരിക്കുക എന്നുള്ളതാണ്. അരങ്ങത്തിരുന്ന ശ്ലോകം ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഏത് തരത്തിലുള്ള ശ്ലോകങ്ങളാണ് നമ്മള്? അത് ഓരോ കഥകൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരും. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ കൊട്ടിയൂരിനെ സംബന്ധിച്ചുള്ള സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. ഒപ്പം തന്നെ മകം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. പക്ഷെ ആ സമയത്തും ഭഗവാനെ കാണാനും ഇവിടെ ഇരിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മുമ്പ് കുടുംബക്കാരായിട്ട് തന്നെ അമ്മയുടെ അമ്മയും ഒക്കെ ആയിട്ട് തന്നെ ഇവിടെ കൂത്തിന് വരുന്നുണ്ടായിരുന്നവരാണ്. ആ ഭാഗ്യത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് മകം കഴിഞ്ഞാലുള്ള ഇവിടുത്തെ കാര്യങ്ങള്? ഇവിടെ മകം കഴിഞ്ഞാൽ എനിക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അറിയില്ല. എന്താ വെച്ചാൽ എനിക്ക് പുറത്തേക്ക് അങ്ങനെ പോകാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇവിടെ കൂത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം ഉള്ളിൽ തന്നെ ആയിരിക്കും. പൊതുവെ ഒരു ശാന്തമായ അന്തരീക്ഷം ആ സമയത്ത്. ഇപ്പൊ അമ്മ 4 വർഷമായി. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? ആദ്യത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും അറിയാത്ത അന്ന് എന്താ വെച്ചാല് എൻ്റെ അമ്മക്ക് 80 വയസ്സായി. അപ്പൊ കൊറോണയുടെ സമയത്ത് 80 വയസ്സ് കൂടുതൽ ഉള്ളവർക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു കാരണത്താല് മുടങ്ങല്ലേ എന്ന് വിചാരിച്ചു വന്നതാണ് ഞാൻ. കൂത്ത് മുടങ്ങാൻ പാടില്ലല്ലോ, ആരുമില്ല, അങ്ങനെ വിചാരിച്ചു വന്നതാണ്. പിന്നെ ഇപ്പൊ ആരും വരാല്ലാത്തത് കാരണം എല്ലാ കൊല്ലവും വരുന്നുണ്ട് മാത്രം. ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരു മാസമൊക്കെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഫാമിലിയെ വിട്ടിട്ട്. എനിക്ക് പിന്നെ അത്ര പ്രശ്നങ്ങൾ ഫാമിലി ആയിട്ട് ഇല്ലാത്തത് കാരണം കുഴപ്പമില്ല. അതെ. ഇപ്പൊ ആദ്യം കൊട്ടിയൂര് വന്നത് സമയത്ത് ഇങ്ങനെ നങ്ങ്യാരമ്മയായിട്ടല്ലല്ലോ വന്നിട്ടുണ്ടാവുക? ഞാൻ അമ്മയുള്ള സമയത്ത് തൊഴാൻ വരാറുണ്ടായിരുന്നു. പക്ഷെ നങ്ങ്യാരമ്മമാരെ അറിയണവർ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കൂത്ത് കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു നിയമം. ഇത് നമ്മൾ ഇങ്ങനെ പഠിക്കും, നങ്ങ്യാർകൂത്ത് പഠിക്കണം എന്നുള്ളതാണോ? ഞങ്ങളെ സാധാരണ ഞങ്ങൾക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് നങ്ങ്യാർകൂത്ത് പഠിച്ച് അവനെന്നെ അരങ്ങേറ്റം എന്ന് പറയും, അത് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അമ്മ ചെയ്തിട്ടില്ല? ഇല്ല, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പത്തെ കാലത്തേക്ക് പോലെയല്ലല്ലോ. അമ്മയുടെ അമ്മ വരുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മ അന്ന് ഞാൻ തൊഴാൻ വരുന്ന സമയത്തും ഇവിടെ ഈ വക സൗകര്യങ്ങളൊന്നും അന്നത്തെ നോക്കുമ്പോ ഇന്ന് നല്ലോണം സൗകര്യങ്ങള് കൂടുതലുണ്ട്. അന്ന് ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. ബസ് സൗകര്യം ആയാലും ബാക്കി എല്ലാ സൗകര്യങ്ങളും വളരെ കുറവായിരുന്നു. ഇത്രയും തിരക്കും ഉണ്ടായിരുന്നില്ല. ഉണ്ട്. ഇന്നിപ്പോ സൗകര്യം കൂടുന്നതിനനുസരിച്ച് തിരക്കും കൂടുതലാണല്ലോ. അപ്പൊ പിന്നെ രണ്ടും നോക്കുമ്പോ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ അത്രയുള്ളൂ. ഇപ്പൊ ചാക്യാർകൂത്ത് എത്ര ദിവസമാണ് ഇവിടെ ഉണ്ടാവുക? ഇവിടെ ചാക്യാർകൂത്ത് തുടങ്ങി അന്ന് മുതൽക്കുണ്ട്, ഇന്നലെ മുതൽക്കേ തുടങ്ങി. പക്ഷെ ഇവിടെ വേറെ വ്യത്യസ്തമായിട്ടുള്ള കൂത്തുകളാണ് നടക്കുന്നത്. മത്തവിലാസം കൂത്തിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതലെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്കറിയാം, അതാണ് വഴിപാട്. അധികം മത്തവിലാസം കൂത്തിനാണ് വഴിപാട് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ നട തുറന്ന അന്നും സ്ത്രീകൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. ഭണ്ഡാരം എഴുന്നള്ളിത്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതിന് മുൻപേ അമ്മ ഇവിടെ എത്താറുണ്ട്. ദിവസം ഞങ്ങക്ക് വരണമെന്ന് വെച്ചാൽ ഭണ്ഡാരം എഴുന്നള്ളിച്ച് വന്നാൽ അപ്പൊ തന്നെ കൂത്തുണ്ട്. അത് കാരണം തലേ ദിവസം വരണം. അപ്പൊ പൊതുവെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഇടാണ്. അപ്പൊ വരുന്ന സമയത്ത് ആളുകള് തടയുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഉണ്ട്. ആൾക്കാരെ പരിചയമില്ലാത്ത പരിചയമുള്ള ആള് കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവര് കടത്തി വിടില്ല. അവര് ചോദിച്ച് ഓഫീസിൽ അവരവരെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. വിടാൻ പാടില്ല. ഓരോ നിയമങ്ങളും നിഷ്ഠകളുണ്ടല്ലോ, അതിനെ അവർക്കറിയില്ലല്ലോ നമ്മൾ ലംഘിക്കുകയാണോന്ന്. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം നടക്കണ കാരണം എന്തൊക്കെ വ്രതങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കാറുള്ളത്? ഞങ്ങൾക്ക് ആക്ച്വലി
ഞങ്ങൾ വെജിറ്റേറിയൻസാണ്. അത് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് വ്രതങ്ങളൊന്നും ഞങ്ങൾക്ക് അത്യാവശ്യം വരാറ് പതിവില്ല. എന്താ വെച്ചാൽ അങ്ങനെയൊന്നും കഴിക്കലില്ലാത്ത കാരണം. പിന്നെ കുളിക്കലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്ഥിരമാണ്. കുളിച്ചാലാണ് ഞങ്ങൾ വെള്ളം കുടിക്കാറ് പതിവില്ല. ഒരിക്കലെടുക്കാം, ഇത്ര തന്നെ ഉള്ളൂ. ഒരിക്കലെടുക്കണം. എത്ര ദിവസത്തോളം? അങ്ങനെ ഒന്നുമില്ല, ഒരു മാസം. ഒരു മാസം. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിന്. താങ്ക് യു.